തോന്നുന്നു ഒത്തിരി ഇഷ്ടമായിട്ടോ. നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ധാരാളം സന്യാസി വര്യന്മാർ, സന്യാസിനി അമ്മയൊക്കെ വന്നിരിപ്പുണ്ട്. അവരൊക്കെ സന്യാസിമാരാണ്, കാഷായ വസ്ത്രമൊക്കെ ധരിച്ച്. അപ്പോഴേ ഞാൻ അവിടെ ഇരുന്നപ്പോഴേ കണ്ണൻ എന്നോട് വന്ന് പറയുകയുണ്ടായി, ഭക്തിയെക്കുറിച്ച് സംസാരിക്കണോ മറ്റോ എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇവരുടെ എല്ലാം പേര് വിളിച്ച് ഇവരെയൊക്കെ ഇങ്ങനെ കസേരയിലേക്ക് എന്നെ പിടിച്ചിരുത്തുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നു. എന്നോട് പറഞ്ഞു അവസാനം സംസാരിക്കാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ഭക്തി എന്നിൽ നിന്നും എപ്പോഴോ എന്നോ നഷ്ടപ്പെട്ടു പോയതാണ്. എന്നിൽ ഭക്തിയില്ല, യാതൊരു വികാരങ്ങളും എന്നിലില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ, എന്നിൽ നിന്നും പോയ ഒരാൾക്ക് എനിക്ക് എന്താണ് ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നതാണ് എൻ്റെ വലിയ ഭക്തി. അപ്പോഴേ ഞാൻ പറയുന്നു, ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇദ്ദേഹവുമായിട്ട് നേരിട്ട്. അവിടെ വന്നിരുന്നു. കണ്ണൻ എന്നോട് പറഞ്ഞു ഇതാണ് ബാബാജി. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ. നല്ല ഭംഗിയൊക്കെയുണ്ട്. നേരിട്ട് കാണുവാണ്. അത് മാത്രമല്ല, എന്നെപ്പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അവർക്ക്. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് എന്നേക്കാൾ ഉയരത്തിലുള്ള ഒരാള്, അതായത് വെരി ഹൈ പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹമാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് ആളുകളൊക്കെ, ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളൊക്കെ മനോഹരമായി ഒരുങ്ങി നിന്നിട്ട് കാലിൽ പൂയിടുന്നു, പൂക്കൾ വിതറുന്നു, അതുപോലെ മധുരം നാവിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ ആ പെൺകുട്ടികളുടെ അവരൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, എനിക്കറിയില്ല അവരൊക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടികൾക്കും ഇദ്ദേഹത്തിനുമൊക്കെ എൻ്റെ നമസ്കാരം. ഇദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എനിക്ക് ഇവരുടെ ഇതായിട്ടുള്ള ചിട്ടകളും ഒന്നും തന്നെ എനിക്ക് അറിയില്ല. അപ്പോൾ ആ മോനുണ്ടല്ലോ, അതേ ആ താടിയൊക്കെ ഉള്ള സുന്ദരക്കുട്ടൻ എന്നോട് പറയുക, നാഗദേവി എന്തിനാ മാറ്റിയത്, പോരാ, നാഗദേവിയും കൂടെ ഇവിടെ വന്നിരിക്കണമെന്ന്. അപ്പോഴേ ഇരുന്ന് എനിക്ക് വളരെ സന്തോഷമായി. നല്ല സ്വീകരണമായിരുന്നു കിട്ടിയത്. ഇതുപോലെ തന്നെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഉള്ള സത്യമായി ഞാൻ പറയുന്നത്. ഈ ഭൂലോകത്ത്, ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നല്ല, ഇന്ത്യക്ക് വെളിയിൽ വരെയുള്ള ഒരാൾക്ക് എന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ എന്നെ പറ്റില്ല, കഴിയില്ല. അപ്പോൾ ഈ വീര് പുരുഷനെ ഒരുപാട് എന്താ
വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ യൂട്യൂബിൽ തത്സമയം ചെയ്യുവാണ്. അത് കാണുന്നവർക്കറിയാം, നീണ്ടു പോകും. അപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടോ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. അദ്ദേഹം എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ബാബുസ്വാമി നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ എനിക്ക് തത്സമയാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കും അപ്പോൾ എനിക്കിങ്ങനെ അവസാനം സംസാരിക്കാൻ കിട്ടിയതാണ് ഏറ്റവും ഇഷ്ടമായത്. ഇത്രയൊക്കെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. മോനൂട്ട, ഒത്തിരി സന്തോഷം. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇത്ര മാത്രമേ ഉള്ളൂ. ഗുരു ദിവ്യ നാഗ സൈരന്തി ദേവി നിർത്തുന്നു. നന്ദി, നമസ്കാരം.